കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നത്. നാട്ടിൽ വരുമ്പോഴുള്ള അവസ്ഥ അറിയാമല്ലോ. നല്ല സന്തോഷത്തോടെ ഭാര്യയോടും മക്കളോടും ഒത്ത് കഴിയാൻ വേണ്ടിയിട്ടാണ് വർഷങ്ങൾക്ക് ശേഷം ഒന്ന് നാട്ടിൽ. ഒരു വീടില്ലാത്തത് കൊണ്ട് ആ കുട്ടിയുടെ മയ്യത്ത് പോലും അടുത്ത വീട്ടിലാണ് കൊണ്ടുവന്നത്. ശരി, അസ്സലാമു അലൈക്കും. ഉള്ളു പൊള്ളുന്ന ഒരു ഉമ്മയുടെ കരച്ചില്. സ്വന്തം മകൾ ലോറിക്കടിയിൽ പെട്ടുകിടക്കുന്നത് കണ്ടിട്ട് ഇർഫാന എന്ന് വിളിച്ചിട്ട് അലറിക്കരയുന്ന ഒരു ഉമ്മയുടെ അവസ്ഥ. ആ ഉമ്മയുടെ ആ ഒരു നിലവിളി എത്ര നമ്മൾ കണ്ണടച്ചാലും കാതടച്ചാലും ആ ശബ്ദം നമ്മളുടെ ചെവിയിൽ, നമ്മുടെ മണ്ടയിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഉമ്മയുടെ നിലവിളി, ഇർഫാന എന്ന് വിളിച്ചിട്ട് ആ സ്വന്തം നെഞ്ചുപൊട്ടി കരയുന്ന ആ ഒരു ഉമ്മ, ആ ഉമ്മയുടെ മാനസികാവസ്ഥ എത്രയും പെട്ടെന്ന് പഠിച്ചവൻ ആ ഉമ്മയ്ക്ക് നല്ല മാനസിക മുക്തി നൽകട്ടെ. ശരിക്കും ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. സ്വന്തം കുഞ്ഞിനെ കൺമുന്നിൽ ആ ലോറിക്കടിയിൽ പെട്ട് മരണപ്പെടുന്നത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ട് ആ ഉമ്മയെ ആരാ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചാലും ഇനി എന്തെന്ന് പറഞ്ഞാലും അത് മാറാൻ പോകുന്നില്ല. എങ്കിലും ഇതോടൊപ്പം നിദ ഫാത്തിമ എന്ന് പറയുന്ന കുട്ടിയുടെ ഉപ്പ സലീം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നത്. നാട്ടിൽ വരുമ്പോഴുള്ള അവസ്ഥ അറിയാമല്ലോ. നല്ല സന്തോഷത്തോടെ ഭാര്യയോടും മക്കളോടും ഒത്ത് കഴിയാൻ വേണ്ടിയിട്ടാണ് വർഷങ്ങൾക്ക് ശേഷം ഒന്ന് നാട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വെക്കേഷൻ, ഇനിയിപ്പോ ക്രിസ്മസ് അല്ലേ, ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിട്ട് വെക്കേഷൻ ഒക്കെ അല്ലേ, ഭാര്യ മക്കളോടൊത്ത് സന്തോഷത്തോടുകൂടി വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഈ സലീം നാട്ടിലേക്ക് വന്നത്. ഈ നിദ ഫാത്തിമയുടെ വാപ്പ ഗൾഫിൽ നിന്ന് വന്നത്. പക്ഷെ വിധി വേറൊന്നായിപ്പോയി. ആ കുട്ടിക്ക് സന്തോഷം കൊടുക്കാനോ ആ ഉപ്പയ്ക്ക് സന്തോഷത്തോടുകൂടി തിരികെ പോകാനോ ഉള്ള പടച്ചോൻ വിധി നൽകിയില്ല. സംഭവ സ്ഥലത്ത് ബഹളം കേട്ട് ഓടി വന്ന് നോക്കുമ്പോൾ, ഈ സലീം ഓടി വന്ന് നോക്കുമ്പോൾ വണ്ടിക്കടിയിൽ കിടക്കുന്ന മകള് തന്റെ മകളാണ് ആ കിടക്കുന്നതെന്ന് പോലും ഇവർക്ക് അറിയാൻ കഴിയുന്നില്ല. പിന്നീടാണ് അറിയുന്നത്. ഇവരെയൊക്കെ എന്ത് പറഞ്ഞ്, അവരുടെ വീട്ടുകാരെയൊക്കെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? ഒരു അപകടം നടന്ന് ഓടി വന്ന് നോക്കുവാണ്. പക്ഷെ സ്വന്തം മകളാണ് ആ കിടക്കുന്നതെന്ന് ആ ഉപ്പ അറിയുന്നില്ല. അതൊക്കെ അവരെയൊക്കെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പറ്റുക? അയാൾ പറയുന്നുണ്ട്, ഇനി ഞാൻ ഗൾഫിലേക്ക് പോകുന്നില്ല, എനിക്കിനി പോകാൻ പറ്റില്ല. തന്റെ വൈഫിനെയും മറ്റു മക്കളെയും ഒക്കെ വിട്ടിട്ട്, ഇത്രയും സങ്കടത്തിൽ കഴിയുന്ന വൈഫിനെ ഒന്നും വിട്ടിട്ട് ഇനി എനിക്ക് ഗൾഫിൽ പോകാൻ പറ്റില്ല എന്നാണ് ആ ഉപ്പ പറയുന്നത്. ഈ 5 മക്കൾ, ഈ 4 മക്കൾ മരണപ്പെട്ടു, ഒരു കുട്ടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ, അവർ 5 പേരും ഒരു ഗ്യാങ് ആണ്. ഇപ്പൊ ആ രക്ഷപ്പെട്ട കുട്ടി പറയുന്നുണ്ട്, ഞാൻ ഇനി സ്കൂളിൽ പോകുന്നില്ല, അവരില്ലാത്തടത്ത് ഞാൻ ഇനി പോകുന്നില്ല എന്നാണ് ആ കുട്ടി പറയുന്നത്. ശരിക്കും അതിന്റെ മാനസികാവസ്ഥ അത് നേരിൽ കണ്ട അതിന്റെ കൂടെ ഉള്ള 4 എണ്ണവും ഒരേപോലെ തീർന്നു. അപ്പോ അതിന്റെ മാനസികാവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. ഇനി ആ കുട്ടിയുടെ മാനസികാവസ്ഥ വീണ്ടെടുക്കുകയാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഇനി ശ്രമിക്കേണ്ടത്. ആ കുട്ടി അത്രയ്ക്ക് ഷോക്കായിട്ടുണ്ട്. സ്വന്തം കൺമുന്നിൽ വെച്ചിട്ട് സ്വന്തം മകൾ ആ വണ്ടിയുടെ അടിയിൽ പെടുന്നതും മരണപ്പെടുന്നതും കണ്ട ആ ഇർഫാനയുടെ ഉമ്മയുടെ അവസ്ഥ വളരെ കഷ്ടമാണ്. ആ ഒരു രംഗം മനസ്സിൽ നിന്നും മായുന്നേ ഇല്ല, ഒരിക്കലും മായാനും പോകുന്നില്ല. ആണുങ്ങൾക്കെന്ന് പറഞ്ഞാല് കുറച്ചൊക്കെ അതൊക്കെ കുറെ കഴിയുമ്പോൾ കുറച്ചൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. അവർക്ക് കുടുംബം നോക്കണം, മറ്റുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് അവരുടെ മനസ്സിന് സ്വാഭാവികമായിട്ടും ഒരു ബലം വരും. പക്ഷെ പെണ്ണുങ്ങളുടെ അവസ്ഥ അതല്ല. അവർക്ക് എന്നും ആ ഒരു കാഴ്ച, ആ ഉമ്മായിക്ക് എന്നും ആ ഒരു കാഴ്ച അവരുടെ മനസ്സിൽ മരിക്കുവോളം ഉണ്ടാവും. അള്ളാഹു അതിനൊരു പെട്ടെന്ന് തന്നെ ഒരു മുക്തി കൊടുക്കട്ടെ. 13 വയസ്സുള്ള തന്റെ പൊന്നുമോള് സ്വന്തം കൺമുന്നിൽ വെച്ച് ഈ രീതിയിൽ മരണപ്പെടുക എന്ന് പറയുമ്പം ഏതൊരു പെറ്റുതള്ളയാ അത് സഹിക്കുക? എങ്ങനെ ഇനി അവര്, വേറൊരു വണ്ടിയാണല്ലോ ഈ ലോറിക്കകത്ത് കൊണ്ട് ഇടിച്ചത്. ആ ലോറി ഡ്രൈവർ പറയുന്നുണ്ട്, കുറ്റമെല്ലാം ഞാൻ ഏറ്റെടുത്തോളാം, ഞാൻ അമിത വേഗത്തിലാണ് വണ്ടി ഓടിച്ചത്, ഞാനാണെങ്കിൽ ഫോണിൽ സംസാരിച്ചിരുന്നു, എന്റെ അശ്രദ്ധ കാരണമാണ് ഇത് സംഭവിച്ചത് എന്ന് അയാൾ കുറ്റബോധത്തോടുകൂടി സംസാരിക്കുന്നുണ്ട്. ആ റോഡ് സർക്കാരിനോടാണ് പറയുന്നത്, ആ റോഡ് നല്ലതായിരുന്നു എങ്കിൽ ഈ കുട്ടികൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നോ? ഇനി ആ മക്കളുടെ വീട്ടുകാർക്കെങ്കിലും സർക്കാർ തണലാകണം. റിദ ഫാത്തിമ എന്ന പറയുന്ന ആ കുട്ടിക്ക് ഒരു തുണ്ട് ഭൂമിയോ ഒരു വീടോ യാതൊന്നും ഇല്ലായിരുന്നു. അതിന്റെ വാപ്പയ്ക്ക് ഹൃദ്രോഗമാണ്. ശരിക്കും അവർക്ക് അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നത്. ഒരു ദിവസം ഓട്ടോ ഓടാൻ പോയില്ലെങ്കിൽ ആ വീട് അന്ന് പട്ടിണിയാണ്.
ആ ഒരു ഉണ്ടായിരുന്ന ഒരു വീട് വിറ്റിട്ടാണ് അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ആ വീട് വിറ്റത് തന്നെ. ശരിക്കും അവർക്കൊക്കെ എന്തെങ്കിലും നല്ല രീതിയിൽ സർക്കാർ ചെയ്തു കൊടുക്കണം. ആ കുട്ടിയുടെ ആ ഒരു അവസ്ഥയിലാണ് ആ കുട്ടി വളർന്നത്. അവർക്ക് ആകെപ്പാടുള്ളൊരു അവരുടെ ഒരു പ്രതീക്ഷയായിരുന്നു ആ മോള് നഷ്ടപ്പെട്ടു. സർക്കാർ അതിന് അവർക്ക് എന്താ വേണ്ട വെച്ചാല് അവർക്ക് ഒരു നല്ലൊരു രീതിയിൽ ഒരു വീടോ അങ്ങനെ എന്തെങ്കിലും നല്ലൊരു രീതിയിൽ അത് ചെയ്തു കൊടുക്കണം. ഒരു വീടില്ലാത്തത് കൊണ്ട് ആ കുട്ടിയുടെ മയ്യത്ത് പോലും അടുത്ത വീട്ടിലാണ് കൊണ്ടുവന്നത്. ശരിക്കും ആ അങ്ങേർക്ക് ഒരു ഓട്ടോ ഡ്രൈവറാണ്. ആ കുട്ടിയുടെ വാപ്പ ഓട്ടോ ഡ്രൈവറാണ്. അങ്ങേർക്ക് വേണ്ടിയിട്ട് അസുഖം വന്നിട്ടാണ് ആ വീട് വിറ്റതൊക്കെ. ഇനി ഒരു വീട് ഉണ്ടാക്കാനൊന്നും ആ അദ്ദേഹത്തെ കൊണ്ട് കഴിയത്തില്ല, ആ ഉപ്പയെ കൊണ്ട് കഴിയത്തില്ല. അപ്പോൾ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാല് ഈ സർക്കാരും അവിടുത്തെ MLA-മാരും എന്താ വെച്ചാൽ ആരാന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുക. സർക്കാർ അത് ഏറ്റെടുത്ത് ആ കുട്ടിയുടെ കുടുംബക്കാർക്കൊരു വീട് എങ്കിലും അത്രയെങ്കിലും ഒന്നാക്കി കൊടുക്കുക. ശരിക്കും അയലത്ത് വീട്ടിൽ കൊണ്ടുപോവുക, ഒരു മരണപ്പെട്ടിട്ട് ഒരു വീടില്ല അയലത്ത് വീട്ടിൽ കൊണ്ടുവെക്കുക എന്നൊക്കെ പറയുമ്പം കേൾക്കുന്നവർക്ക് പോലും സങ്കടം വരുവാണ്. സ്വന്തം മകൾ വണ്ടിക്കടിയിൽ കിടക്കുന്നത് കാണുന്ന ഒരു ഉമ്മ, ഇതൊന്നും അറിയാതെ രക്ഷാപ്രവർത്തനത്തിന് ഓടി വന്ന് വാരിയെടുക്കുന്നത് സ്വന്തം പൊന്നുമോളെയാണെന്ന് അറിയാത്തൊരു ഉപ്പ. അത് പിന്നീട് അറിയുമ്പോഴുള്ള ആ ഉപ്പയുടെ ഒരു മാനസികാവസ്ഥ. പഠിച്ചതിന് എല്ലാ പൊന്നുമക്കളും രാവിലെ പോകുന്നതാണ്, സ്കൂളിൽ പോകുന്നതാണ്. എല്ലാ പൊന്നുമക്കളെയും പഠിച്ചവൻ തൊട്ട് കാക്കട്ടെ. ഇന്നലെ ഇന്നുമൊക്കെ പരീക്ഷയ്ക്ക് പോകേണ്ടിയിരുന്ന പൊന്നുമക്കള് വേദനയില്ലാത്ത ലോകത്തേക്ക് പോയി പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ശരിക്കും ആ കുടുംബത്തിന് സഹിക്കാൻ കഴിയുന്നില്ല. ഈ പറയുന്ന നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആ കുട്ടികളെ ഓർത്തിട്ട് നമ്മൾ ഓരോരുത്തരും എന്തുമാത്രം നമ്മൾ സങ്കടപ്പെടുന്നുണ്ട്. നമുക്ക് അത്രയ്ക്ക് ഈ ന്യൂസ് കേട്ടപ്പം തന്നെ നമ്മൾ വാവിട്ട് കരഞ്ഞു പോവുകയും ചെയ്തത്. അത്രയ്ക്ക് സങ്കടം വരും ആ പൊന്നുമക്കളുടെ കാര്യം ഓർത്തിട്ട്. അപ്പൊ ആ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും? അവർക്ക് എല്ലാവർക്കും, ആ കുഞ്ഞുങ്ങളുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും പഠിച്ചും ക്ഷമ നൽകട്ടെ. ആ വീട്ടുകാരെ കൂടെ നിർത്തുക. അവർക്ക് എന്താണെന്ന് വെച്ചാൽ സർക്കാർ ചെയ്തു കൊടുക്കുക. ആ റോഡിന്റെ പണികളായാലും ഇനിയൊരു 60ഓളം അപകടം അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനിയെങ്കിലും അവിടെ ആ റോഡൊക്കെ റെഡിയാക്കി ഇനിയൊരു അപകടം വരാതിരിക്കാൻ ശ്രമിക്കുക. ആ സർക്കാർ മുൻകൈ എടുത്ത് അതെന്താ വെച്ചാൽ ചെയ്തു കൊടുക്കുക. ആ ഒരു റോഡും വളവും ഒക്കെ അപകടമാണെന്ന് പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊരു പരിഹാരം ഇതുവരെയും കണ്ടിട്ടില്ല. അത് കണ്ടിരുന്നുവെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ MBBS പഠിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികൾ KSRTC ബസ് ഇടിച്ചിട്ട് ഉണ്ടായല്ലോ. അപ്പൊ ഈ സർക്കാർ എന്താ ചെയ്യുന്നത്? അവരുടെ വീടുകളിലൊക്കെ ഒന്ന് സന്ദർശിക്കുക, അവർക്ക് റീത്ത് കൊടുക്കുക, അവരെ ആശ്വസിപ്പിക്കുക, പോകുക. എന്നാൽ ആ കുടുംബത്തിന് വേണ്ടത് എന്തെങ്കിലും ചെയ്തു കൊടുക്കുവോ?